നമ്മുടെ BJPയുടെ ചിഹ്നം എന്താ? താമരയാണല്ലോ. അപ്പോൾ നമ്മുടെ പൂത്ത് നിന്ന് താമരയ്ക്ക് വരെയാണ് വോട്ടിൻ്റെ ഒരു ഇതിൽ കഷ്ടകാലം വന്നിരിക്കുന്നത്. കയ്യെത്തും ദൂരത്ത് പോളിംഗ് ബൂത്ത് വരുമെന്നും മത്സരിക്കുന്നവരിൽ ഒരാളുടെ ചിഹ്നം താനായിരിക്കുമെന്നും താമരപ്പൂവിന് അറിയില്ലല്ലോ. ബത്തേരി സെന്റ് മേരീസ് കോളേജിന്റെ പൂമുഖത്ത് കൂട്ടത്തോടെ വിടർന്നു നിന്ന താമരപ്പൂക്കൾക്കാണ് തിരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ പേരിൽ തല താഴ്ത്തേണ്ടി വന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ വോട്ടർമാരെ സ്വാധീനിക്കും, താമരപ്പൂ കണ്ടാൽ വോട്ടർമാർ പോയി വോട്ട് ചെയ്യുമെന്നുള്ളത് കാരണം താമരപ്പൂവിൻ്റെ തല കൊയ്തു എന്നാണ് പറയുന്നത്. കോളേജ് അധികൃതർ പ്രത്യേകം പരിപാലിച്ചു പോകുന്നതാണ് താമരത്തോപ്പ്. പോളിംഗ് സാമഗ്രികളുടെ വിതരണ കേന്ദ്രമായിരുന്നു കോളേജ്. ബാലറ്റ് യൂണിറ്റുകളുടെ കമ്മീഷനിങ് നടന്നതും സെന്റ് മേരീസ് കോളേജിൽ തന്നെ. അന്നേ ഉദ്യോഗസ്ഥരെ കണ്ണിൽ താമരപ്പൂക്കൾ ഉടക്കിയിരിക്കണം. വോട്ടെടുപ്പിനുള്ള 3 ബൂത്തുകളും താമരപ്പൂക്കൾക്ക് സമീപത്തെ കെട്ടിടത്തിലേക്ക് മാറ്റിയതോടെ താമരത്തോപ്പ് ചർച്ചയായി. ഒരു ബൂത്താകട്ടെ തൊട്ടടുത്തും. പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുന്നവരെല്ലാം താമരപ്പൂക്കൾ കണ്ടുവേണം അകത്ത് കയറാനെന്ന സ്ഥിതി. വോട്ടർമാരെ സ്വാധീനിച്ചേക്കാം എന്നതിനാൽ നിശ്ചിത പരിധിക്കുള്ളിൽ തെരഞ്ഞെടുപ്പ് ചിഹ്നം പാടില്ലെന്നിരിക്കെ പൂക്കളെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നായി പിന്നീട് ഉദ്യോഗസ്ഥരുടെ ചിന്ത. പൂക്കൾ കളയുന്നതിനോട് നനച്ചവർക്ക് താല്പര്യമില്ലാത്തതിനാൽ ഷീറ്റിട്ട് മൂടാനായിരുന്നു ആലോചന. എന്നാൽ തൊട്ടയുടനെ പൂക്കൾ ഒന്നൊന്നായി നിലം പൊത്തി. അപ്പോൾ ഷീറ്റിൻ്റെ ആവശ്യം വേണ്ടി വന്നില്ല. അപ്പോൾ സ്ഥാനാർത്ഥികളെ സ്വാധീനിക്കുമെന്ന കാരണം കൊണ്ട് താമരപ്പൂവിന് പോലും മാറ്റാൻ പറ്റില്ല. കാരണം ഇതിങ്ങനെ കെട്ടി ഉണ്ടാക്കിയിട്ടിരിക്കുകയാണല്ലോ. പോളിംഗ് ബൂത്ത് എന്തായാലും മാറ്റില്ലല്ലോ അവര്. അപ്പൊ അന്നേ ഇത് കണ്ടോണ്ടല്ലേ അവരവിടെ ആക്കിയത്. അപ്പൊ വേറെ ആക്കിയാൽ മതി. അതെ, തൊട്ട ഉടനെ പൂവെല്ലാം കൊഴിഞ്ഞു പോയി. കാരണം ഒരു താമരപ്പൂ നിൽക്കുന്നതാണ് നല്ല ഭംഗിയാണ്. പക്ഷെ അതങ്ങനെ കളയേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മള് ഒരു പൂ കണ്ട് നമ്മൾ എന്തായാലും പോയി വോട്ട് ചെയ്യാനൊന്നും പോകുന്നില്ല. നമ്മൾ തീരുമാനിച്ചാ വരുന്നത് ആർക്ക് വോട്ട് ചെയ്യണമെന്നുള്ളത്. അല്ലാണ്ട് നമ്മളൊരു പൂ കണ്ടിട്ട് എന്നാ പൂ കണ്ടതല്ലേ എന്ന് പറയും നമ്മൾ പോയി എന്തായാലും വോട്ട് ചെയ്യാൻ പോകുന്നില്ല. നമ്മുടെ മനസ്സിൽ ഇന്ന ആൾക്ക് വോട്ട് ചെയ്യണം, അല്ലെ ഇന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യണം എന്നുള്ളൊരു ഇത് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ടാവും. എന്തായാലും ഇത്തരം മണ്ടത്തരങ്ങളൊക്കെയാണ് വോട്ടെടുപ്പിൽ നടക്കുന്നത്.